നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. +1 മോഡൽ എക്സാം ആണ് നാളെ. നിങ്ങൾക്ക് വേണ്ടിയുള്ള 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് പബ്ലിക് എക്സാമിന് മുമ്പേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തരാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്തൊക്കെ കാണുക. എന്തായാലും ഉറപ്പുള്ള 10 ചോദ്യങ്ങൾ, ഏറ്റവും കൂടുതൽ +1 ചോദിച്ചേക്കുന്ന പബ്ലിക് എക്സാമിന് ചോദിച്ചേക്കുന്ന ചോദ്യങ്ങൾ, 10 ചോദ്യങ്ങൾ, തിരഞ്ഞെടുക്കപ്പെട്ട 10 ചോദ്യങ്ങൾ. വേണ്ടേ ഓരോ ചാപ്റ്ററിനെയും പടപെട്ടാന്ന് പിടിച്ചോളൂ. ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്കറിയാം, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ യൂസസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസോടെ പഠിച്ചേക്കണം. 3 യൂസസ് ഉണ്ട്. യൂസസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസ് ഇത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ, അതിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. V = U + AT, S = UT + ½ AT², V² = U² + 2S. അത് ഡിറൈവ് ചെയ്യാനും ഗ്രാഫ് വെച്ച് ഡിറൈവ് ചെയ്യാനും ചോദിക്കും. ഗ്രാഫ് വെച്ച് S = UT + ½ AT² ഒക്കെ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. ഇതാണ് ഏറ്റവും കൂടുതൽ തവണ രണ്ടാമത്തെ ചാപ്റ്റർ ചോദിച്ചേക്കുന്നത്. മൂന്നാമത്തെ മോഷൻ എ പ്ലെയിൻ ഒരുപാടുണ്ട്. ട്രയാങ്കിളിലോ പാലോഗ്രാമിലോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും പ്രൊജക്റ്റൈൽ എന്താണ്? പ്രൊജക്റ്റൈൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ്, വെർട്ടിക്കൽ കമ്പോണന്റ്, എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. ഇതിന്റെ പ്രോബ്ലം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. 4 ലോസ് ഓഫ് മോഷൻ, അത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഒക്കെ ചോദിക്കാം. റീകോയിൽ ഓഫ് എ ഗൺ ചോദിക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ വെട്ടം ചോദിച്ചേക്കുന്ന ഇതിനകത്തും വേറെ ഒന്നുമല്ല, നമ്മുടെ ബാങ്കിങ് ഓഫ് റോഡ്സ്, V = √RG tan θ. അതിന്റെ പ്രോബ്ലം മസ്റ്റായിട്ടും പഠിക്കുക. വർക്ക് എനർജി പോകുന്നത് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചേക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്പ്രിംഗ്. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചേക്കുന്നതാണ് പറയുന്നത് കേട്ടോ. 6ാമത്തെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചേക്കുന്നത് റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൂവ്മെന്റ്, റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ ആക്സലറേഷൻ, ആപ്ലിക്കേഷൻസ് ഓഫ് ആംഗുലർ മൊമെന്റം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 7ാമത്തെ ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ. 10 ക്വസ്റ്റ്യനേ ഉള്ളൂ, അതുകൊണ്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതാണ്. ഗ്രാവിറ്റേഷൻ അകത്തുനിന്ന് വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഡെപ്ത്, ഓൾട്ടിറ്റ്യൂഡ്, എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റ് വെലോസിറ്റി. 8ാമത്തെ ചാപ്റ്റർ അകത്തുനിന്ന് ഹുക്സ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 9ാമത്തെ ചാപ്റ്റർ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് അകത്തുനിന്ന് ബെർണോളി തിയറം, പാസ്കൽസ് ലോ, ടെർമിനൽ വെലോസിറ്റി. പിന്നെ ലാസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ട് പോവുക, ക്ലോസ്ഡ് പൈപ്പ്, ഓപ്പൺ പൈപ്പ്, സ്റ്റാൻഡിങ് വേവ്സ്, സ്റ്റേഷനറി വേവ്സ്, ബീറ്റ്സ്. ഇത്രയും നിർബന്ധമായിട്ടും പഠിച്ചുകൊണ്ടേ എക്സാമിന് പോകാവുള്ളൂ. മാക്സിമം ഷെയർ ചെയ്തേക്കുക. ഉറപ്പായിട്ടും നാളത്തെ പരീക്ഷയ്ക്ക് കാണും. നെവർ എവർ ഗിവ് അപ്പ്.